നമസ്കാരം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ തോത് അപകടകരമായ രീതിയിൽ ഉയർന്നു. പിന്നീട് 24 മണിക്കൂറിലെ കണക്കനുസരിച്ച് ഇടുക്കി ജില്ലയിലെ മൂന്നാർ, ആലപ്പുഴ ജില്ലകളിലെ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും ഉയർന്ന UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയത്. ഇവിടെ ജാഗ്രതയുടെ ഭാഗമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ചങ്ങനാശ്ശേരിയിൽ UV ഇൻഡെക്സ് 7 ആണ് രേഖപ്പെടുത്തിയത്. തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കുന്നതിനുള്ള സാഹചര്യമുള്ളതിനാൽ ഫെബ്രുവരി 12 മുതൽ മെയ് 20 വരെ ജോലി സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കിയിട്ടുണ്ട്. പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ വിശ്രമ വേളയായിരിക്കും. ഇവരുടെ ജോലി സമയം രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തി. ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12 അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകുന്നേരം 3 ആരംഭിക്കുന്ന തരത്തിലും പുനഃക്രമീകരിച്ചു. ഷിഫ്റ്റ് ഉള്ളവർക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന തരത്തിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം സൂര്യാഘാതം ഏൽക്കുവാൻ സാധ്യതയുള്ള മേഖലകളെയാണ് ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അന്തരീക്ഷ താപനില നിലവിൽ പലയിടത്തും സാധാരണ നിലയിലാണെങ്കിലും ഇടനാട് മേഖലകളിൽ താപനില അല്പം കൂടുതലാണ്. പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ സംശയം അതിൽ വേണ്ട. അതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. പൊതുജനങ്ങൾ ഇതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകൾ തീർച്ചയായും സ്വീകരിക്കുക. കാരണം പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയങ്ങളിലൊക്കെ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതൊക്കെ പരമാവധി ഒഴിവാക്കുക. ഏതായാലും സംസ്ഥാനത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ തന്നെ ഫോളോ ചെയ്യുക. കാരണം പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് ശരീരത്തിൽ തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കാനാണ് പ്രധാനമായും പറയുന്ന കാര്യം. നന്നായി വെള്ളം കുടിക്കുക. പുറത്തിറങ്ങുമ്പോൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുക. കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ നിരവധി നിർദ്ദേശങ്ങൾ ഇവർ നൽകുന്നുണ്ട്. 2 മാസം വേനൽക്കാല അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും നിർദ്ദേശങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ. അതേസമയം ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിലെ ചില പ്രദേശങ്ങളിലൊക്കെ വീണ്ടും മഴയെത്തിയിരുന്നു. പത്തനംതിട്ട റാന്നിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 7:20 ഇടത്തരം അല്ലെങ്കിൽ നേരിയ തരത്തിലുള്ള മഴയൊക്കെ പെയ്തത്. എലന്തൂർ, കോഴഞ്ചേരി, ആറന്മുള പ്രദേശങ്ങളിലുമൊക്കെ ചാറ്റൽ മഴ അനുഭവപ്പെട്ടിരുന്നു. റാന്നിയിൽ 10 മിനിറ്റോളം ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. ആശ്വാസ മഴ എത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു റാന്നി നിവാസികൾ. ഫെബ്രുവരി 14-നും 18-നും പത്തനംതിട്ട ജില്ലയിൽ, 18-ന് തിരുവനന്തപുരത്ത് ലഘുമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ പറഞ്ഞ ഫെബ്രുവരി 14 അതായത് പത്തനംതിട്ടയിലാണ് മഴ ലഭിച്ചത്. ഇനി 18-ന് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും മഴ പ്രവചിച്ചിരിക്കുകയാണ്. മഴ എത്തുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. ലഘുമഴ എന്നത് 2.5 മില്ലിമീറ്റർ മുതൽ 15.5 മില്ലിമീറ്റർ വരെയാണ്. സംസ്ഥാനത്ത് നിലവിൽ യെല്ലോ, ഓറഞ്ച്, റെഡ് മുന്നറിയിപ്പുകളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. തെക്കൻ ജില്ലകളുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ആകാശത്തിൽ നേരിയ മേഘാവൃതാവസ്ഥ അനുഭവപ്പെടുമെങ്കിലും ശക്തമായ മഴയോ മറ്റ് പ്രതികൂല കാലാവസ്ഥയോ പ്രതീക്ഷിക്കേണ്ട. അതേസമയം കർഷകരും മത്സ്യത്തൊഴിലാളികളും പൊതുജനങ്ങളും കാലാവസ്ഥാ വിവരങ്ങൾ ദിനപ്രതി ശ്രദ്ധിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിക്കുന്നത്.